കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് നടാൻ പോവുകയാണ്. ഞാൻ കോളിഫ്ലവർ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതുണ്ട്. കോളിഫ്ലവറിന്റെ അത് തൈ നട്ട് ഉണ്ടായി പൂവായി. ആ പൂ വിളവെടുത്ത് ഞാനത് എല്ലാം ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ആ വിളവെടുത്തതിന്റെ അടിഭാഗം ഞാൻ അവിടെ വെച്ചിരുന്നു. അപ്പൊ ആ വേരിൽ നിന്ന് തണ്ടിൽ നിന്ന് ചുറ്റും ഇങ്ങനെ കോളിഫ്ലവറിന്റെ തൈ ഉണ്ടായിട്ടുണ്ട്. ആ തൈ ഞാൻ തിരിച്ച് ഓരോ സ്ഥലത്ത് ഓരോ കവറിലിട്ട് നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കോളിഫ്ലവർ പറിച്ചതിന് ശേഷം തൈ വന്നിട്ടുണ്ടെങ്കിൽ അത് നടാൻ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതാണ്, ഈ ഒരു കവറിലാണ് ഞാൻ കോളിഫ്ലവർ നട്ടിരുന്നത്. അപ്പൊ ഞാൻ ഇതിന്ന് വിളവെടുത്ത് കഴിഞ്ഞ ബാക്കിയുള്ള ഭാഗത ആ ഭാഗം കണ്ടില്ലേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ നിറയെ തൈ ഉണ്ടായിട്ടുണ്ട്. ആ തൈ നമുക്ക് ഈ കാബേജ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാ കേട്ടോ. കോളിഫ്ലവറും കാബേജും ഒക്കെ ഒരു കുടുംബത്തിൽ പെട്ട തന്നെയാ. അപ്പൊ അതാണെങ്കിലും ഇങ്ങനെ തന്നെ. അപ്പൊ അതിൽ ഇങ്ങനെ പൊട്ടിച്ചിങ്ങെടുക്കുക. അതിങ്ങനെ പൊട്ടിച്ചിങ്ങെടുത്തിട്ട് നമ്മൾ വേറെ ഒരു ചെറിയ പോട്ടിൽ നട്ട് വലുതായിട്ടാണ് ഞാൻ വേറെ നടാൻ പോകുന്നത്. ഇങ്ങനെ ഇതിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് പിന്നീട് ഒരു പ്രാവശ്യം നമ്മൾ കോളിഫ്ലവർ വാങ്ങിയാൽ മതി തൈ. പിന്നീട് അങ്ങോട്ട് ഇത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതാവുമ്പോൾ വീണ്ടും ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഒരു ചെണ്ടുമല്ലിങ് മുളച്ച് ഉഷാറായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തൈ അങ്ങ് പറിച്ചതിന് ശേഷം ഇതിന് ചെണ്ടുമല്ലി നമുക്ക് ആളാക്കി എടുക്കാം. പിന്നെ ചെണ്ടുമല്ലി ആയിക്കോട്ടെ ഈ കവറിലെ വിയയ്ക്ക്. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഞാൻ ചെറിയ പോട്ടിൽ നട്ടിരുന്നു. അത് കാണിച്ചു തരാം കേട്ടോ. വേറെ ഒരു കോളിഫ്ലവർ ഞാൻ പിന്നെ പോട്ട് നട്ട തന്നെയാ. അതിൽ നിന്ന് പറിച്ചതിന് ശേഷം അവരിൽ മുള വന്ന് ചെറിയ തൈകൾ ഉണ്ടായി. അതിൽ ആ തൈകൾ ഞാൻ പറിച്ചിട്ട് വേറെ ഒരു പോട്ടിലേക്ക് മാറ്റി, കുഞ്ഞി പോട്ടിലേക്ക്. എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ മാറ്റി നടാന്നാ വിചാരിച്ചു. അപ്പൊ നന്നായില്ല, ഉഷാറായിട്ടുണ്ടായി. ഇതായത് ഇതിനൊന്നും അധികം വയസ്സൊന്നുമില്ല, പഠിത്തുണ്ടായി. അപ്പൊ ഞാൻ ഇനി വലിയ ഒരു കവറിലേക്ക് മാറ്റട്ടെ എന്ന് വിചാരിച്ചതാ. ഗ്രോ ബാഗൊന്നും വാങ്ങുന്നില്ല, സിമന്റ് ചാക്ക അതിലേക്ക് അങ്ങ് നടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു പോട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതും നടാം. എന്നിട്ട് അത് വലുതായിട്ട് മാറ്റി കുഴിച്ചിട്ടാ. അല്ലാതെ മഴക്കാലാണല്ലോ വരുന്നത്. ഇതിനൊന്നും ഈ മഴയത്ത് അങ്ങനെ വെച്ചുണ്ടാവും തോന്നുന്നില്ല. അപ്പൊ ഞാൻ വെയിലും തട്ടും മഴ നേരിട്ട് കൊള്ളില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇനി ഞാൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ വെച്ചിട്ട് അത് ഉഷാറായത്. അപ്പൊ ഇതാണ് ഞാൻ മാറ്റി നടാൻ പോകുന്നത്. ബാക്കി ചാക്കില. ഇനിയിപ്പൊ കുഞ്ഞി പോട്ടൊന്നും പറ്റൂലല്ലോ, ആളായി വരുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഞാൻ അത് ഇതിലേക്ക് അങ്ങ് നടാന്ന് വിചാരിച്ചു. ഇനിയിപ്പം കുറച്ച് മണ്ണൊക്കെ വേണം, മണ്ണും വാളും ഒക്കെ വേണം ആളായി വരണമെങ്കിൽ, നല്ല ഫ്ലവറായിട്ട് വിരിയണമെങ്കിൽ. കോളിഫ്ലവറിനൊക്കെ എന്തെല്ലാം മരുന്നടിച്ചിട്ട് ഉണ്ടാക്കുന്നതെന്നറിയോ, നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നട്ടാൽ മരുന്നില്ലാത്ത ഫ്രഷായ മക്കളെ തീറ്റിക്കാലോ നമുക്ക്. അപ്പൊ ഞാൻ ഇതിലാണ് നടുന്നത്. ഇതിൽ ഞാൻ ഓരോന്ന് നറുക്കട്ടെ, വളങ്ങളൊക്കെ കുറയ്ക്കാൻ നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ മണ്ണാണ്, കുറച്ച് മണ്ണില്ല, അടിയിൽ കുറച്ച് മണ്ണിടും, ഇടങ്ങ് പരത്തിക്കളിയും. പിന്നെ ഞാൻ ഇടുന്നത് വേസ്റ്റാ. ഇന്ന് ഏത് വേസ്റ്റ് പറയാ, ചക്ക പഴുത്ത് തിന്നതിന്റെ വേസ്റ്റാ. അതൊക്കെ നമ്മൾ പുറത്തേക്ക് അങ്ങ് ഇടുകയാണെങ്കിൽ ചോണന്, ഉറുമ്പ്, എലി, പെരിച്ചാഴി എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മളിത് നല്ലൊരു വളം, അത് വളമായി മാറും. മണ്ണിട്ടാ അത് വളമായി മാറും. അപ്പൊ വാക്കമണ്ണിൽ അപ്പുറത്ത് ഇപ്പുറത്ത് പഴുത്തത് വലിച്ചെറിഞ്ഞാല് പിന്നെ അവിടെ സ്മെല്ല് വരും. പിന്നെ ഒരു സൈസ് ഈച്ച വരും. അങ്ങനെ ഓരോന്ന് വന്ന് എലി വരും, പെരിച്ചായി വരും, പാമ്പ് വരും, എല്ലാം വരും. പരിസരം വൃത്തിക്കിടുക. അപ്പൊ അതിനേക്കാൾ എത്ര ബെറ്ററാന്ന് പറയുമോ, നമ്മളിങ്ങനെ അങ്ങോട്ട് നടുന്നേരം അങ്ങിട്ട് കഴിഞ്ഞ് മണ്ണിട്ടാൽ അടമർന്ന് നല്ല വളയിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ മഴക്കാലാണല്ലോ, മഴക്കാലമാണ്, ചക്കക്കാലുമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താൽ മതിട്ടോ. നമുക്ക് വളത്തിലൊന്നും എങ്ങോട്ട് നെട്ടോട്ട് കൂടിയൊന്നും നമ്മളെ മുമ്പ് തന്നെ, നമ്മളെ അടുക്കളയിൽ തന്നെ. ചക്കമടലൊക്കെ ഇട്ട് നിറച്ചല്ലോ. ഇനി അതിന്റെ മേലെ കുറച്ച് മണ്ണില്ല. അപ്പൊ ആ ചക്കമടലൊക്കെ മണ്ണിൽ 2 തരം ജീവികളുണ്ട്. മണ്ണിനെ വളമാക്കി മാറ്റാൻ സൂക്ഷ്മജീവികളുണ്ട് നല്ലത്. അതൊക്കെ അത് വളാക്കി മാറ്റുള്ളൂ വിഘടിപ്പിച്ച്. ഇപ്പൊ കുറച്ച് മണ്ണിട്ടിട്ടൊന്ന് ലെവല് ചെയ്താല് എല്ലായിടത്തും ഒരേ. ഇനി ഇടാൻ പോകുന്നത് ഞാൻ മുറ്റത്ത് പുല്ല് പറിച്ചു. കുറെ വള്ളിയാ, നമ്മളെ പയറിന്റെ വള്ളിയൊക്കെയാ. ഇതൊക്കെ പുല്ല് പറിച്ചതൊക്കെ ഇതിലേക്ക് അങ്ങ് പോയാല് നല്ല വള. അതേ
ഈ പച്ചപ്പുല്ലിന്റെ മേലെ നമ്മൾ കുറച്ച് മണ്ണിടണം. അതും വേണം അമർന്നു പോവുക. മണ്ണിട്ടിട്ടൊന്ന് ലെവൽ ചെയ്യുക. ഞാൻ ഇനി ഇടുന്നത് വെണ്ണീരാണ്. വെണ്ണീര് ചാരം എന്നൊക്കെ പറയും. ഞാൻ വെണ്ണീരിടുമ്പോ വെണ്ണീരെന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകുന്നില്ല എന്താന്നുള്ളത്. അപ്പൊ ഇത് വിറക് കത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെണ്ണീരൊന്ന് മൂടാൻ മാത്രമല്ലേ മണ്ണങ്ങ് കുറച്ച് മണ്ണേ ഇടുന്നുള്ളൂ. മണ്ണ് കുറച്ച് മതി, ബാക്കിയുള്ള പക്ഷെ എല്ലാത്തിനും മണ്ണില്ല. എന്നാലും ശരിക്കത് വളമായി മാറും. ഇനിയാണ് നമ്മളെ ചെടി നടാൻ പോകുന്നത്. ഇത് ആദ്യം ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഈ ചെറിയ പോട്ടിൽ വെച്ച് വളർത്തി വലുതാക്കിയതാണ് ഞാൻ വലിയത്തിൽ മാറ്റുന്നത് കേട്ടോ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ നിൽക്കാം, ഉണ്ടാവുന്ന ഉറപ്പിക്കാനും. എല്ലാ വളവും ചേർക്കുക. അടിയിൽ കുറെ ചപ്പിലൊക്കെ ഇട്ടിരുന്നു, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിന് സമയമായില്ല, പടുത്ത് നട്ടതാ, പെട്ടെന്ന് വളർന്നു കിട്ടും അത്. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ നട്ടു. ഇനി ചുറ്റും മണ്ണിടട്ടെ, ചുറ്റും മണ്ണിടട്ടെ. മണ്ണും എല്ലാം ഉണ്ട് ഇതില്. ഇതും ഒരു കരിയില കമ്പോസ്റ്റ് ആയത് തന്നെയായിരുന്നു. വെറും ചപ്പ് ചവറൊക്കെ നിറച്ചുണ്ട്. ഇതങ്ങ് നിറക്കട്ടെ. ഇങ്ങനത്തെ പണിയെടുക്കാൻ പ്രത്യേകം പറയാനുള്ളത്, മഴക്കാലാണ്, തണുപ്പാണ്, ഇഴജന്തുക്കൾ വന്ന് ഒളിച്ചു നിൽക്കും, നമ്മൾ കാണൂല, കൈക്ക് കൊത്തിപ്പോവും. അപ്പൊ നല്ല കണ്ണ് വേണം ഇതിന്. കൈക്കും കാലിലും കൊറട്ട പ്രശ്നമില്ല, അല്ലെങ്കിൽ നല്ല ശ്രദ്ധ വേണം. അങ്ങനെ വിജയകരമായിട്ട് ഒരു കോളിഫ്ലവർ നട്ട്. ഇതിൽ പെർമനന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇഷ്ടം പോലെ വളമായി, ആവശ്യത്തിന് മണ്ണായി, വേരോട്ടം ഓടി നന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തോളൂ. കാരണം ഇതില് മണ്ണ് പാറ പോലെ ആയില്ല. അതെല്ലാം ഇട്ട് കഴിഞ്ഞാലേ നമ്മൾ ചപ്പിലന്റെ വേസ്റ്റ് ആണ് അത് ഇട്ടത്. കണ്ട മണ്ണിന്റെ കളറായി മാറി അത്രയ്ക്ക്. അപ്പൊ ഒന്ന് നട്ടു. ഇനി ഞാൻ ഈ കുഞ്ഞുള്ളതെല്ലാം കുഞ്ഞി പാത്രത്തിലേക്ക് നടട്ടെ കേട്ടോ. ഇനി രണ്ടാമത്തേത് വേറൊരു ഗ്രോ ബാഗ്. ഇത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയ ഗ്രോ ബാഗ് ആയിരുന്നു. ഇതിൽ നിന്ന് ഞാൻ വേറെ നട്ട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞത് ഒഴിവാക്കിയിട്ടതാ, അത് ഇങ്ങോട്ട് എടുത്തതാ. അപ്പൊ അതിലേക്ക് ആദ്യം നട്ട രീതി തന്നെ ഇതിൽ നിറച്ചത് ഞാൻ. എല്ലാം കൂടെ വീഡിയോ പിടിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടാമത്തവും നട്ട് കഴിഞ്ഞു. ഇതിന്റെ ചുറ്റും കുറച്ച് മണ്ണ്. ഇതാ കണ്ടില്ലേ, ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തതാ. അതെടുത്തിട്ട് ഇതാ കുഞ്ഞി പാത്രത്തിൽ മണ്ണിട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ കുത്തി കൊടുത്താൽ ഇനി വലുതാവുമ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് നടും. അങ്ങനെ ഇത് ഫുള്ള് നടട്ടെ കേട്ടോ. ഇതാ 2 എണ്ണം നട്ടു. വലുതായത് എടുത്തിട്ട് 2 എണ്ണം നട്ടു. ഇനി 2 എണ്ണം നടാനുള്ളത് പിന്നെ നടാന്ന് വിചാരിച്ചത്. അതും വലുതായി വരുന്നുണ്ട്. ഇതാണ് ഇന്ന് ആ ചെടിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് നട്ടത്. ഇതുപോലെ നട്ടതായിരുന്നു ഇതൊക്കെ. ഇത് ഇങ്ങനായി വന്ന് ഇത് 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിമന്ന് അങ്ങ് പൊട്ടിച്ചെടുത്തതാ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കോളിഫ്ലവർ ഉണ്ടാക്കാം. നമുക്ക് ഒരിക്കൽ വാങ്ങിയാൽ മതി കോളിഫ്ലവറിന്റെ തൈ. പിന്നീട് അങ്ങോട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയോണ്ട് നിൽക്കാം. ഇതിന്റെ കാലവർഷം പ്രത്യേകത ഒന്നുമില്ല. തണുപ്പിലുണ്ടാവുന്നെന്ന് പറയുന്നേക്കാം. പക്ഷെ ഇവിടെ തണുപ്പാണ് ഫുൾ ടൈം, വയനാടല്ലേ. അപ്പോൾ നിങ്ങളെ കാണിച്ചതാ, ഇങ്ങനെയൊക്കെ നട്ടാലും ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തന്നതാ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഞാൻ കോളിഫ്ലവർ നടുന്ന രീതികൾ. ആ പൊട്ടിച്ച് കുറെ ചുറ്റും തൈകൾ ഉണ്ടായത്, അത് പൊട്ടിച്ചെടുത്തു, ചെറിയ പോട്ടിലേക്ക് നട്ടു. ചെറിയ പോട്ടിൽ പണ്ട് നട്ടത് കുറച്ച് വലുപ്പമായത് ഞാൻ വലിയ പാത്രത്തിലേക്ക് നട്ടു. ആ നട്ടതും നടുന്ന രീതിയും എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇതിന് പ്രത്യേക സമയമൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കും പോലെ ഇരിക്കും. ഭയങ്കര മഴയാണ്, മഴയത്ത് വെക്കരുത്, നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പൊ പോട്ടല്ലേ എടുത്തങ്ങ് കൊണ്ടുപോവാലോ, ചാക്കൊക്കെ കൊണ്ടുപോയി വെക്കാലോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.